ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 4 ബന്ധമില്ലാത്തത്. അപ്പം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായത് സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഡി ആണ്, അതായത് എല്ലാം ശരിയാണ്. 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ-അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ? 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ-അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ആൻസർ തെറ്റായ ജോഡി 3 മാത്രമാണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം എന്ന് വെച്ചാൽ ബാസ്റ്റലിന്റെ പതനം, അത് ശരിയാണ്. റൂസോ സാമൂഹ്യ കരാറ് WTO 1995 സ്ഥാപിച്ചു. അപ്പം WTO എന്ന് പറയുന്നത് 1995 സ്ഥാപിച്ചു. ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റലിന്റെ പതനവുമായി ബന്ധപ്പെട്ടതാണ് റൂസോ സാമൂഹ്യ കരാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത് എന്ന് വെച്ചാൽ ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഫത്തുൽ മുഹാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. അപ്പം മിറാത്തുൽ അക്ബർ വാരിക ആരംഭിച്ചു. ആത്മീയ സഭ, തുഫത്തുൽ മുഹാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി, സംവാദ് കൗമുദി, ഇതെല്ലാം രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവവുമായി പരിശോധിച്ച് ശരിയായ കാലഗണന ക്രമം ഏതെന്ന് കണ്ടെത്തുക. ശരിയായ കാലഗണന ക്രമം ബി ആണ് ആൻസർ. അത് ആദ്യം മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി 1, 3 ആണ് ശരിയായ ജോഡി. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. നീലദർപ്പൺ ദീനബന്ധു മിത്രയാണ്. ഗ്രാനൈറ്റ് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ആഗ്നേയശിലയാണ്. ഗ്രാനൈറ്റ് ആഗ്നേയശില. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി, ശബരി, ഗോദാവരി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ദേശീയ ജലപാത 3. നാഷണൽ റിമോട്ട് സയൻസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഹൈദരാബാദ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ എന്ന് പറയുന്നത് ലഘൂകരണമാണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളവയെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏത്? ആൻസർ എന്ന് വെച്ചാൽ വരുമാന നികുതി. വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം. നബാർഡ് സ്ഥാപിച്ചത് 1982. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം? ആൻസർ 1881. 1881. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടികൾച്ചർ. സുവർണ വിപ്ലവം ഹോർട്ടികൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയാണ്. ആൻസർ എന്ന് പറയുന്നത് ആഗോള രോഗഭാരം. ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. ദിനേശ് ഗോസ്വാമി.
സ്വകാര്യതയുടെ അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 2ഉം ശരിയാണ്. എന്താണ് 1ഉം 2ഉം? സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടന അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും ശരിയായ പ്രസ്താവന, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്റ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, പാർലമെന്ററി സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് നവംബർ 26. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുവാനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. താഴെ പറയുന്നവയെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1, 2 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആണ് പിയ ശ്രീജേഷ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകി എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകുവാനുള്ള ബാധ്യത പഞ്ചായത്തിനുണ്ട്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ പൃഥ്വിരാജ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. താഴെ പറയുന്ന ഈ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. യോജിക്കുന്ന പ്രസ്താവനകൾ എന്ന് വെച്ചാൽ 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനുകൾ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. അപ്പോൾ 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണ അധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനുകളുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ തികയുന്നതുവരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്ന? ആൻസർ എന്ന് പറയുന്നത് സ്പെറോസോവെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏത്? ഹീമോഫീലിയ ആണ്. തലച്ചോറിൽ ഡോപമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് രോഗമാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാ ഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ എന്ന് പറയുന്നു അക്രോമെഗാലി ആണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14 ആണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമാണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത്
റേച്ചൽ കാഴ്സൺ ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം. വാഹനങ്ങളെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ആൻസർ കോൺവെക്സ്. താഴെ കൊടുത്തിട്ടുള്ളവയെ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങൾ. സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് വെച്ചാൽ 1, 3 അമർത്തിയ സ്പ്രിങ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. അമർത്തിയ സ്പ്രിങ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലവും എന്തിനുദാഹരണമാണ്? സ്ഥിതികോർജ സന്ദർഭമാണ്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയ പേരെന്താണ്? ആൻസർ പുഷ്പക്. ഇതിലേതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം എന്ന് പറയുന്നത്? ആദിത്യ L1. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം എന്ന് പറയുന്നത് ആവർത്തന പട്ടിക ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. ആവർത്തന പട്ടിക ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് അസിഡിക് ലവണമാണ്. അമോണിയം സൾഫേറ്റ് അസിഡിക് ലവണം. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുക അഫീനാണ്. താഴെ പറയുന്ന ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ആൻസർ എന്ന് പറയുന്നത് ജലമാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്. ജലം ഐസ് ആകുന്ന പ്രക്രിയ. ഇലകൾ കത്തിക്കുന്നത്, മുന്തിരിയുടെ അഴുകൽ, പുതിയതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നു, ഇതെല്ലാം രാസമാറ്റമാണ്. വായു കുമിളകൾ താഴെ നിന്നും ജലത്തിന്റെ ഉപരിതലത്തേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ആൻസർ എന്ന് പറയുന്നത് ബോയിൽ നിയമമാണ്. വായു കുമിളകൾ താഴെ നിന്നും ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്ന ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്ന ഏത് നോവലിനെയാണ് അള്ളാപ്പിച്ച മല്ലാക്ക കഥാപാത്രമായിട്ടുള്ളത്? ആൻസർ ഖസാക്കിന്റെ ഇതിഹാസം. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതി അവതാരിക എഴുതിയത്? ആൻസർ എന്ന് വെച്ചാൽ ഡോക്ടർ M.S. സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ എന്ന് വെച്ചാൽ തിരുവനന്തപുരം സെൻട്രൽ ആണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് 3ാം സ്ഥാനത്ത് വന്ന രാജ്യം എന്ന് പറയുന്ന ആൻസർ ജപ്പാനാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? ആൻസർ കേരള ചന്ദ്രികയാണ്. സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ തമ്മിലുള്ള ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ തമ്മിലുള്ള ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഗേറ്റ്വേ. കൂട്ടത്തിൽ ചേരാത്തത്? ആൻസർ എന്ന് പറയുന്നത് സഫാരി ആണ്. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണ്? E-സേവനം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര് E-സേവനം. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ എന്ന് വെച്ചാൽ സൈബർ ഭീകരതയാണ്. 66F സൈബർ ഭീകരത. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എന്ന് പറയുന്നത് അത് അപേക്ഷ ലഭിച്ചു 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്.